الحمد لله. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله، وكونوا عباد الله إخوانا. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ അത്യപാരമായ തൗഫീഖിനാൽ വീണ്ടും ഒരു റമദാനിലേക്ക് നമുക്ക് ആയുസ് ലഭിച്ചിരിക്കുകയാണ്. ഈ റമദാനിന്റെ ദിനരാത്രങ്ങളെ നന്മയിലൂടെ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇജ്തമഅത് ഖുറൈശുൻ യൗമൻ. ഖുറൈശികളോടൊന്ന് ഒരു ദിവസം ഒരുമിച്ച് കൂടുകയാണ്. അവരുടെ ഒരുമിച്ച് കൂടലിന്റെ ഉദ്ദേശം ഉൻദുറു അഅലമകും ബിസ്സിഹ്രി വശ്ശിഅരി വൽകഹാന. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നന്നായി സംസാരിക്കാൻ കഴിവുള്ള, ഷിഅർ അറിയുന്ന, സിഹർ അറിയുന്ന, കഹാനത്ത് അറിയുന്ന, ജ്യോത്സ്യം അറിയുന്ന ഒരാളെ കണ്ടുപിടിക്കണം.
നന്നായി സംസാരിക്കാൻ ശേഷിയുള്ള, കവിതയറിയുന്ന, സിഹർ അറിയുന്ന, ജ്യോത്സ്യം അറിയുന്ന ഒരാളെ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്നിട്ട് അയാൾ ചെല്ലട്ടെ, നമ്മുടെ ഐക്യം തകർത്ത ആ മുഹമ്മദിന്റെ അടുക്കലേക്ക് അയാൾ ചെല്ലട്ടെ എന്ന്. എന്നിട്ട് നമുക്ക് നോക്കാം മാദാ യറുദ്ദു അലൈഹി, എന്താണ് മുഹമ്മദിന് മറുപടി പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. വശഖത അംറന, അവൻ നമ്മുടെ കാര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കിയവനാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ദീനിനെ മുഹമ്മദ് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി സംസാരിക്കാൻ കഴിവുള്ള, നന്നായി ശിഅർ അറിയുന്ന, സിഹർ അറിയുന്ന, കഹാനത്ത് അറിയുന്ന ഒരാളെ കണ്ടുപിടിച്ച് നമുക്ക് മുഹമ്മദിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കാം. അങ്ങനെ അവിടെ കൂടിയിട്ടുള്ള സകലരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, മാ നഅലമു അഹദുൻ ഗൈറ ഉത്ബത ഇബ്നു റബീഅ, അതിനെ ഉത്ബയല്ലാതെ യോജിച്ച മറ്റൊരാളെ ഞങ്ങൾക്ക് അറിയില്ല എന്ന്. അങ്ങനെ ഇവർ ഉത്ബയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഉത്ബയുടെ അടുത്ത് ചെന്ന് ഉത്ബയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയുണ്ട്, മുഹമ്മദിന്റെ അടുക്കലേക്ക് ചെല്ലണം, മുഹമ്മദിനോട് സംസാരിക്കണം. അങ്ങനെ ഉത്ബ പ്രവാചകന്റെ സന്നിധിയിലെത്തുകയാണ്. അവിടെ ചെന്നിട്ട് ഉത്ബ പ്രവാചകനെ പ്രലോഭിപ്പിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുകയാണ്. ഉത്ബയുടെ ചോദ്യം, യാ മുഹമ്മദ്, മുഹമ്മദേ, അഅൻത ഖൈറുൻ അം അബ്ദുല്ലാ, നീയാണോ ഖൈറ്, അതല്ല നിന്റെ പിതാവ് അബ്ദുള്ളയാണോ ഖൈറ്? നീയാണോ ഖൈറ്, അതല്ല നിന്റെ വാപ്പ അബ്ദുള്ളയാണോ ഖൈറ്? ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല, നിശബ്ദമായിരുന്നു. ഉത്ബയുടെ രണ്ടാമത്തെ ചോദ്യം, യാ മുഹമ്മദ്, മുഹമ്മദേ, അഅൻത ഖൈർ, നീയാണോ ഖൈറ്, അം അബ്ദുൽ മുത്തലിബ്, അതല്ല നിന്റെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബാണോ ഖൈറ്? അവിടെയും പ്രവാചകൻ ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒന്നും മിണ്ടാതിരുന്നു. അങ്ങനെ ഉത്ബ അവിടുന്ന് പ്രലോഭിപ്പിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവരാണ് ഖൈറ് എന്നാണ് നീ പറയുന്നതെങ്കിൽ, നിന്റെ വാപ്പയും വല്ലിപ്പയുമാണ് ഖൈറ് എന്നാണ് നീ പറയുന്നതെങ്കിൽ, അവരെല്ലാവരും ഞങ്ങൾ ആരാധിച്ചിരുന്ന ഇലാഹിനെ ആരാധിച്ചിരുന്നവരാണ്, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ആരാധിച്ചിരുന്നവരാണ്. അതല്ല നീയാണ് അവരെക്കാൾ ഖൈറ് എന്നാണ് നീ പറയുന്നതെങ്കിൽ ഫതകല്ലം, നീ ഒന്ന് സംസാരിക്കുക, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഉത്ബ വീണ്ടും തുടർന്നു, മുഹമ്മദേ, നിന്നെ പോലെ ഞങ്ങളുടെ ഖൗമിന് ദുശകുനമായി മറ്റാരുമില്ല. നഊദു ബില്ലാഹ്, ആ കഫറിന്റെ വാക്കാണ്. നീ ഞങ്ങളുടെ ഐക്യം തകർത്തു, നീ ഞങ്ങളെ അറബികൾക്കിടയിൽ ഞങ്ങളെ മോശക്കാരാക്കി. അറബികൾ പറയാൻ തുടങ്ങി, ഇന്ന ഫീ ഖുറൈശിൻ സാഹിറ, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു സാഹിർ ഉണ്ടെന്ന്. ഇന്ന ഫീ ഖുറൈശിൻ കാഹിന, ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു ജ്യോത്സ്യൻ ഉണ്ടെന്ന് അറബികളെ ഞങ്ങളെ മോശക്കാരാക്കി പറയാൻ തുടങ്ങി. നീയാണ് അതിന്റെ കാരണം. മുഹമ്മദേ, നീ ചോദിക്ക്, ഇൻകാന ഇന്നമാ ബിക്കൽ ബാഅത്താണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, ലൈംഗിക ആഗ്രഹമാണ് നിനക്കുള്ളതെങ്കിൽ നീ ചോദിക്ക്, ഫഖ്തർ, നീ തെരഞ്ഞെടുത്തോ, ഖുറൈശികളിൽ നിന്ന് 10 സ്ത്രീകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. അതല്ല സമ്പത്താണ് നിനക്ക് വേണ്ടതെങ്കിൽ ഖുറൈശികളിലെ വലിയ സമ്പന്നനാക്കി നിന്നെ മാറ്റിത്തരാം. എന്താണ് നിനക്ക് വേണ്ടത്, നീ ഒന്ന് സംസാരിക്കുക എന്ന് ഉത്ബ പറയുകയാണ്. ഇതെല്ലാം കേട്ടുനിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബയോടൊന്നും മിണ്ടിയില്ല. ഉത്ബ പറയുന്നതെല്ലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കേട്ടു നിന്നു. ഉത്ബ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്റെ ചോദ്യം, അഫറഗത, ഉത്ബ പറഞ്ഞു കഴിഞ്ഞോ? അഫറഗത, പറഞ്ഞു കഴിഞ്ഞോ? ഉത്ബ പറഞ്ഞു, അതെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്ബയുടെ മുന്നിൽ ആ സൂറത്തിലെ ആയത്തുകൾ ഇങ്ങനെ ഓതി തുടങ്ങി. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ എന്നിങ്ങനെ തുടങ്ങി. അതിന്റെ 12-ാമത്തെ ആയത്തും കഴിഞ്ഞ് 13-ാമത്തെ ആയത്തിലേക്ക് പ്രവാചകൻ എത്തുകയാണ്. ഉത്ബയുടെ നിൽപ്പ് മാറുന്നുണ്ട്. അന്താളിച്ച് കൈകൾ പുറകിൽ കെട്ടി ഉത്ബ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അറബികൾ, ഖുറൈശികൾ വലിയ വലിയ പ്രാധാന്യം നൽകി വലിയ കാര്യമാക്കി കൊണ്ടുവന്ന ഉത്ബ പ്രവാചകന്റെ വായിൽ നിന്ന് വരുന്ന ആ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ 13-ാമത്തെ ആയത്തെത്തി. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, ഫഇൻ അഅറദു
പ്രവാചകരെ അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം ഫഖുൽ അൻദർതുകും സാഇഖതൻ മിത്ല സാഇഖ ആദിൻ വസമൂദ്, പ്രവാചകരെ ആദിനും സമൂദിനും വന്ന ആ സമുദായങ്ങൾക്ക് നേരിട്ട ഭയങ്കര ശിക്ഷയെ പോലുള്ള ഒരു ശിക്ഷയെ പറ്റി ഞാനിതാ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു എന്ന് താങ്കൾ അവരോട് പറയുക എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഈ ആയത്ത് കേട്ടപാട് ഉത്ബ പ്രവാചകന്റെ വായ പൊത്തിപ്പിടിക്കുകയാണ്. അറബികൾ വലിയ സംഭവമാക്കി കൊണ്ടുവന്ന സിഹർ അറിയുന്ന കഹാനത്ത് അറിയുന്ന ഉത്ബയത പ്രവാചകന്റെ വായ പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഉത്ബ പറഞ്ഞു, ഹസ്ബുക് ഹസ്ബുക്, മതി മതി, വേറെന്തെങ്കിലും പറയാനുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് മറ്റൊന്നും പറയാനില്ല. ഉത്ബയത തിരിച്ചു പോവുകയാണ്. ഖുറൈശികളുടെ അടുക്കലേക്ക് ഉത്ബ മടങ്ങി ചെല്ലുകയാണ്. അവിടെ പോയിട്ട് ഉത്ബ പറയുന്നു, ആ മുഹമ്മദിനെയും ആ മുഹമ്മദ് കൊണ്ടുവന്നതിനെയും നിങ്ങൾ വിട്ടേക്കുക, ആ മുഹമ്മദിനെയും മുഹമ്മദ് കൊണ്ടുവന്നതിനെയും നിങ്ങൾ വിട്ടേക്കുക. അവര് ചോദിച്ചു, എന്തിനാണ് നീ ഇത്ര വെപ്രാളപ്പെടുന്നത്? അറബിയല്ലേ നിന്നോട് പറഞ്ഞത്? നിനക്ക് നന്നായി സിഹർ അറിയുന്നതല്ലേ, കഹാലത്ത് അറിയുന്നതല്ലേ, നീ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഉത്ബ പറയുന്നു, ആ മുഹമ്മദ് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അതിൽ ആദിനും സമൂദിനും വന്ന ശിക്ഷയെ കുറിച്ച് പറഞ്ഞു, അത് നിങ്ങൾക്ക് വന്നേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അറബി ഭാഷയെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ള, അറബി ഭാഷ അതിന്റെ ഏറ്റവും മികച്ച രൂപത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപുള്ള കാലഘട്ടവും പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടവുമെല്ലാം. അറബികളിൽ ഭാഷ ഏറ്റവും നല്ല വൃത്തിയിൽ അറിഞ്ഞിരുന്ന ആളുകളാണ് അവർ. പക്ഷെ അവർക്ക് പോലും ഈ മഹത്തരമായ ഗ്രന്ഥത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ അവതീർണ മാസത്തിലാണ് നമ്മൾ ഉള്ളത്, അല്ലേ? എന്തുകൊണ്ട് പരിശുദ്ധ റമദാനിന് ഇത്രയേറെ ശ്രേഷ്ഠത എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമ്മൾ പറയുന്ന മറുപടി എന്താണ്? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നുള്ളതാണ്. അതാണ് ഈ മാസത്തെ ഇത്ര മഹത്തരമാക്കുന്നത്, അല്ലേ? സഹോദരങ്ങളെ, ഈ റമദാനിൽ ആ ഖുർആനുമായി അടുക്കുവാൻ, ഖുർആനുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കുവാൻ സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, എന്തൊരു മഹത്തരമായ ഗ്രന്ഥമാണത്, അല്ലേ? വ്യക്തമായ വഴികേടിലാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വിഭാഗത്തെ പിന്നീട് ആ ഖുർആൻ തന്നെ പരിവർത്തിപ്പിച്ചെടുക്കുകയാണ്. പിന്നീട് എന്താ അവരെ പറ്റി പറഞ്ഞത്? കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായമെന്ന്, നിങ്ങളാണ് ഏറ്റവും ഖൈറായിട്ടുള്ള സമുദായമെന്നാണ്. ആ പരിവർത്തനം സൃഷ്ടിച്ചത് സഹോദരങ്ങളെ ഈ പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ ഒരു ലഫ്ള് പോലും മാറ്റമില്ലാതെ നമ്മുടെ കൈകളിലുണ്ട്. അത് വായിക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉമ്മത്തിന്റെ എല്ലാ ശറഫും എല്ലാ മജ്ദും ഉള്ളത്, എല്ലാ പ്രതാപവും എല്ലാ അന്തസ്സും ഉള്ളത് ഈ ഖുർആനിലാണ് സഹോദരങ്ങളെ. ആ ഖുർആനിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ഖുർആനുമായി ഈ റമദാനിൽ അടുക്കണമെന്ന് പറയുമ്പോൾ, റമദാനിൽ മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ പാരായണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. എന്തൊരു മഹത്വമാണ്! ലോകത്ത് പാരായണം ചെയ്യപ്പെടുന്നതിന് തന്നെ പ്രതിഫലം ലഭിക്കുന്ന ഏക ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. പ്രവാചകൻ പറഞ്ഞല്ലോ, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, ആരാണോ അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്യുന്നത്, ഫലഹു ബിഹി ഹസന, അതവന് പുണ്യമാണ്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ഒരു പുണ്യം എന്നാൽ അതിന്റെ 10 ഇരട്ടിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാണ്, ലാ അഖൂല അലിഫ് ലാം മീം ഹറഫുൻ, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹറഫല്ല, മറിച്ച് അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വമീമുൻ ഹറഫുൻ. നിങ്ങൾ അലിഫ് ലാം മീം എന്ന് ഓതുമ്പോഴേക്ക് 30 പുണ്യമാണ്. അത് റമദാനിലാണെങ്കിൽ അതിന് ഇരട്ടികളാണ്. നിങ്ങൾ സഹോദരങ്ങളെ, ധാരാളം പുണ്യം നേടിയെടുക്കുവാൻ സാധിക്കും. അതിന്റെ പാരായണത്തിന് കൃത്യമായി സമയം മാറ്റിവെച്ച് അതിന്റെ പാരായണത്തിൽ വലിയ ശ്രദ്ധ കാണിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള മഹാരഥന്മാർ 3 ദിവസം കൊണ്ടും 7 ദിവസം കൊണ്ടുമൊക്കെ പരിശുദ്ധ ഖുർആൻ ഖത്മ് തീർക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, 30 ദിവസം കിട്ടിയിട്ട് ഒരാവർത്തി ആ ഖുർആൻ ഒന്ന് പരിപൂർണമായി ഓതി തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ബന്ധമാണ് ആ ഖുർആനുമായി നമുക്കുള്ളത് എന്ന് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പാരായണത്തെ പോലെ തന്നെ പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം.
പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പരിശുദ്ധ ഖുർആൻ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. ആ ഖൗല്, അല്ലാഹുവിന്റെ ഖൗല് ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ നിന്ന് നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയുള്ള ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. സഹോദരങ്ങളെ, അത് കേൾക്കാൻ സമയം കണ്ടെത്തണം. ഒക്കെ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനാണ്. പ്രവാചകൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, യാ അബ്ദുല്ലാഹ് ഇഖ്റഅൽ ഖുർആൻ, അബ്ദുല്ലാഹ് ഖുർആൻ ഒന്ന് പാരായണം ചെയ്തു തരണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അഖറഉ അലൈക വഅലൈക ഉൻസിലൽ ഖുർആൻ. പ്രവാചകരെ, അങ്ങേക്കല്ലേ അത് അവതരിപ്പിക്കപ്പെട്ടത്, ഞാൻ അങ്ങേക്ക് പാരായണം ചെയ്ത് തരണമെന്നാണോ പറയുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുല്ലാഹ്, മറ്റൊരാളിൽ നിന്ന് ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. സൂറത്തുൻ നിസാഇന്റെ ആയത്തുകളിലൂടെ അദ്ദേഹം കടന്നു പോകാൻ തുടങ്ങി. അങ്ങനെ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. ഓരോ ഉമ്മത്തിനും ഒരു സാക്ഷിയുണ്ട്. പ്രവാചകരെ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷി താങ്കളാണ് എന്നുള്ള ആയത്തെത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, കഫാ, മതി, മതി. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിയിലേക്ക് നോക്കി, ഫഇദാ ഐനാഹു തദ്രിഫാൻ. പ്രവാചകന്റെ രണ്ട് കണ്ണുകളും നനഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രവാചകൻ കരയുകയായിരുന്നു എന്നുള്ളതാണ്. സാക്ഷി പറയേണ്ട ദിവസത്തെ കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കരയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വഇദാ തുലിയത അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ പാരായണം ചെയ്യപ്പെട്ടാൽ, അത് കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. മാത്രമല്ല, മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അഅ്യുനഹും തഫീദു മിനദ്ദം. റസൂലിനെ അവതരിപ്പിക്കപ്പെട്ടത് അവർ കേട്ടാൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നതായി നിനക്ക് കാണാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പാരായണത്തിനൊപ്പം അത് കേൾക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ഇനി അടുത്തതായിക്കൊണ്ട് ആ കേട്ട കാര്യങ്ങൾ, ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അത് പഠിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തിറങ്ങുമ്പോൾ സ്വഹാബാക്കളുടെ അവസ്ഥ എന്താണ്? ഒരിക്കൽ തമീം ഗോത്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ പ്രവാചകന്റെ സന്നിധിയിലേക്ക് എത്തുകയാണ്. അവര് വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾക്കൊരു നേതാവിനെ നിശ്ചയിച്ചു തരണം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അഖറ ഇബ്നു ഹാബിസിനെ ആക്കാം, അതാണ് നല്ലത്. ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അയാളെ ആക്കണ്ട, മറ്റൊരാളെ ആക്കാം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നീ എപ്പോഴും എന്റെ എതിരാണ് ഉദ്ദേശിക്കുന്നത്, നീ എപ്പോഴും എന്റെ എതിരാണ് ഉദ്ദേശിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ എതിരൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഇതാണ് നല്ലത്, അയാളാക്കുന്നതിനേക്കാൾ നല്ലത് ഇദ്ദേഹത്തെ ആക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരാളെ കാണിച്ചു. അങ്ങനെ ഇവര് തമ്മിൽ സംസാരായി. പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ അവരുടെ ശബ്ദമുയർന്നു. പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. സൂറത്തുൽ ഹുജറാത്തിന്റെ 2-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടുള്ള ആളുകളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്. എന്തിനു മീതെ? ഫൗഖ സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്. ഈ ആയത്തിറങ്ങി. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്നുള്ള ആയത്തിറങ്ങി. പിന്നീട് കാണാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വകാര്യം പറയുന്നത് പോലെയാണ് പ്രവാചകനോട് സംസാരിച്ചിരുന്നതെന്ന്. ഈ ആയത്തിറങ്ങിയതിനു ശേഷം സ്വകാര്യം പറയുന്നത് പോലെയാണ് സംസാരിച്ചിരുന്നതെന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്തെങ്കിലും പറഞ്ഞാൽ റസൂൽ വീണ്ടും ചോദിക്കണം, എന്താ പറഞ്ഞത് ഉമറെ, എന്താ പറഞ്ഞത്, പിന്നെയും ചോദിക്കണം. അത്ര പതുക്കെയാണ് അവർ പിന്നീട് സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിറങ്ങി സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ശമ്മാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കാണാനില്ല. ഈ ആയത്തിറങ്ങിയതിനു ശേഷം അദ്ദേഹത്തെ റസൂലിന്റെ സദസ്സിലേക്ക് കാണാനില്ല. അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പോയിട്ട് സാബിത്തിന് എന്താ പറ്റിയതെന്ന് നോക്കണം, സാബിത്തിന് എന്ത് പറ്റിയെന്ന് നോക്കണം. അങ്ങനെ അദ്ദേഹം പോയി നോക്കുമ്പോ അദ്ദേഹം വീട്ടിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് തലകുനിച്ച് വ്യസനിച്ചിരിക്കുകയാണ്.
അദ്ദേഹം ചോദിച്ചു, എന്ത് പറ്റി സാബിത്ത്? പ്രവാചകന്റെ സദസ്സിലേക്ക് കണ്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഷർറുൻ, വലിയ ഷർറാണ് വന്നിട്ടുള്ളത്. ഒരായത്തിറങ്ങിയിട്ടുണ്ടല്ലോ, പ്രവാചകന്റെ മീതെ, പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അമല് ഒളിഞ്ഞു പോകുമെന്നുള്ള ഒരായത്തിറങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പൊ എന്താ സംഭവം? ഇദ്ദേഹം ജന്മനാ കുറച്ച് ശബ്ദം കൂടിയാളാണ്. അപ്പൊ ഈ ആയത്തിറങ്ങിയപ്പോ അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത് ഇതെന്നെ കുറിച്ചാണ്. ഞാൻ എപ്പോഴോ സംസാരിച്ചപ്പോ പ്രവാചകന്റെ ശബ്ദത്തിന് മീതെ ശബ്ദം ഉയർന്നിട്ടുണ്ട്, എന്നെ കുറിച്ചാണ് ഈ ആയത്ത് എന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ പോയി ഇത് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, അത് സാബിത്തിനെ കുറിച്ചല്ല, സാബിത്ത് സ്വർഗത്തിന്റെ അവകാശിയാണ് എന്നുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു ആയത്ത് കേൾക്കുമ്പോഴേക്കും അവരുടെ ചിന്ത പോകുന്നത് അങ്ങനെയാണ്. മറിച്ച് നമ്മളാണെങ്കിലോ ഒരു ഖുതുബക്കിടയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു ആയത്ത് കേട്ടാല് നമ്മൾ എന്താ വിചാരിക്കുക? ഇത് അവൻ കേട്ടിരുന്നെങ്കിൽ, ഇത് മറ്റവൻ കേട്ടിരുന്നെങ്കിൽ, ഇത് മറ്റവൻ അറിഞ്ഞിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, ആ ഖുർആൻ ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം. ഖുർആനിനെ കുറിച്ച് അതിന്റെ അർത്ഥാശയങ്ങൾ വായിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ശ്രദ്ധ കൊടുത്ത് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ അറബികൾ എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ പൊതുവെ പിന്നോക്കക്കാരാണ്. വലിയ വിലയൊന്നും കൊടുക്കാത്ത, വലിയ മര്യാദയൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഒരിക്കൽ ഒരു അറബിയുടെ അടുക്കൽ വെച്ച് ഒരാൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. അയാള് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, പെരുമ നടിക്കാം, പൊങ്ങച്ചം നടിക്കാം, ഏതുവരെ? ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നത് വരെ ഈ ആയത്തോതി. അപ്പൊ അറബിയായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ്, മനുഷ്യർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. ആയത്തിൽ എന്തേ ഉള്ളൂ? പെരുമ നടിക്കാം, പൊങ്ങച്ചം നടിക്കാം, ഹത്താ സുർതുമുൽ മഖാബിർ, ഖബർസ്ഥാനുകൾ സന്ദർശിക്കുന്നത് വരെ. അപ്പൊ ഇയാള് പറയാണ്, വല്ലാഹി, ഖബറിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അപ്പൊ ഓതിയ മനുഷ്യൻ ചോദിച്ചു, എങ്ങനെയാ അത് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അറബിയുടെ മറുപടി, അള്ളാഹുവോട് ഉപയോഗിച്ച പദം സുർത്തും എന്നുള്ളതാണ്, സിയാറത്താണ്. സന്ദർശകൻ ഒരിക്കലും എന്തല്ല, ശാശ്വതനല്ല. അതുകൊണ്ട് ഖബർസ്ഥാൻ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിൽ കിടക്കുന്നയാൾ തീർച്ചയായും അതിൽ നിന്ന് എഴുന്നേറ്റ് വരുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, സിയാറത്തിന്റെ അർത്ഥം അറിയാത്തവരല്ല നമ്മൾ. നോക്കൂ, നിങ്ങൾ എത്ര കണ്ട ഖുർആനിന്റെ അർത്ഥങ്ങൾ ഒന്ന് വായിക്കാൻ, പഠിക്കാൻ നമ്മൾ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിന്റെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ്. ഖുർആനിനോട് അടുക്കാൻ ഏറ്റവും വലിയ അവസരമാണ്. ആ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനും കേൾക്കുവാനും അതിന്റെ അർത്ഥാശയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ് വകൂനൂ ഇബാദല്ലാഹി ഇഖ്വാന. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഈ പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുന്നു. മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റമദാനിലെ പ്രത്യേകമായ ഇബാദത്തുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ ഫയദാരിസുൽ ഖുർആൻ.
എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിഫ്ള് പരിശോധിക്കാറുണ്ടായിരുന്നു. റമദാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയും പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഖുർആൻ ഓതി കൊടുക്കുകയും ഹിഫ്ള് പരിശോധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, റമദാൻ മാസത്തിൽ ഖുർആൻ പഠിക്കുന്നത് സുന്നത്താണ് എന്ന കാര്യം ഈ ഹദീസിൽ നിന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ റമദാനിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യണമെന്നുള്ളതും ഈ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല ഖുർആൻ പാരായണം രാത്രി നിർവഹിക്കുന്നതും പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് എന്ന് ഇതിൽ തെളിവുണ്ട് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ പ്രത്യേകമായ ഇബാദത്തുകളിൽ പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ ധാരാളമായി റമദാനിൽ പാരായണം ചെയ്യുക എന്ന്. ഇനി നമ്മുടെ മുൻഗാമികളെ കുറിച്ച് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, റമദാൻ ആയാൽ നമ്മുടെ പൂർവ്വസൂരികൾ മഹാരഥന്മാരായ സലഫുകൾ അവരവരുടെ ബാക്കിയുള്ള ദർസുകളൊക്കെ നിർത്തിക്കുന്നുണ്ട്. ഫിഖ് ആകട്ടെ, അഖീദയാകട്ടെ, ചരിത്രങ്ങളാകട്ടെ ഒക്കെ ഇസ്ലാമികമാണ്, ഒക്കെ ദീനാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ റമദാൻ ആയി കഴിഞ്ഞാൽ അവർ ആ ദർസുകളൊക്കെ മാറ്റിവെച്ച് ഖുർആനിന് വേണ്ടി മാത്രം അവരിയ്ക്കുമെന്നുള്ളതാണ്. ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രമായിക്കൊണ്ട് അവരിയ്ക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാസം ഖുർആനിനോട് അടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഖുർആനിന്റെ ആളുകളിൽ ഉൾപ്പെടുവാൻ ഈ മാസത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനൻ നാസ്. തീർച്ചയായും അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. സ്വഹാബത്ത് ചോദിക്കാണ്, മൻഹും യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ ആരാണ് ഈ അള്ളാഹുവിന്റെ ആൾക്കാർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്, അവര് ഖുർആനിന്റെ ആളുകളാണ് എന്നാണ്. നിങ്ങൾ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഭീതിജനകമായ അവസ്ഥയിൽ അള്ളാഹിന്റെ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു ടീം നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം നിൽക്കുകയാണ് അവിടെ. അള്ളാഹുവിന്റെ ആ ആളുകൾ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനുമായി അടുക്കുവാൻ ആത്മാർത്ഥമായി നമ്മൾ പണിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളമായി ആ ഖുർആൻ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും അതിന്റെ അർത്ഥാശയങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും എല്ലാമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധ റമദാനിലെ വെള്ളിയാഴ്ചയിലാണ്, ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടിയുള്ള ദിവസമാണ്. ആഴ്ചയിൽ വെള്ളിയാഴ്ചക്കുള്ള സ്ഥാനം മാസങ്ങളിൽ റമദാനിലുള്ള സ്ഥാനമാണ് എന്ന്. അപ്പോൾ ആ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. അമലുകൾ വർദ്ധിപ്പിക്കാൻ, നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കിവിടെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കളക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അതിലേക്ക് സംഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതസദ്ദഖു അഹദുൻ ബിതംറത്തിൻ മിൻ കസബിൻ ത്വയ്യിബ്. ഒരാൾ ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്ക ചീറ് പോലും സ്വതക്ക കൊടുക്കുന്നില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ അഖദഹല്ലാഹു ബിയമീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കരങ്ങളെ കൊണ്ട് അത് വാങ്ങിയിട്ടല്ലാതെ എന്നുള്ളതാണ്. ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് എത്ര ചെറുതാണെങ്കിലും അത് കൊടുത്താൽ സഹോദരങ്ങളെ, അള്ളാഹു ആണ് അത് ആദ്യം വാങ്ങുന്നത്. അള്ളാഹു ആണ് അവന്റെ കൈകളാൽ അത് ആദ്യം വാങ്ങുക എന്നുള്ളതാണ്. എന്നിട്ടോ ഫയുറബ്ബിഹാ കമാ യുറബ്ബി അഹദുകും ഫുലുവ, ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അള്ളാഹു ആ ചെറിയ ആ ദാനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളർത്തുമെന്നാണ്. ഹത്താ തകൂന മിസ്ലൽ ജബലി ഔ അഅളം, അതിനെ വളർത്തി വലിയ പർവ്വതം കണക്കെ നാളെ പരലോകത്ത് ഒരുവനത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലൗ അലിമൽ മുതസദ്ദിഖു അന്ന സദഖതഹു തഖഉ ഫീ യദില്ലാഹ് ഖബല യദിൽ ഫഖീർ. ഈ കാര്യമെങ്ങാനും ആ കൊടുക്കുന്നവൻ അറിഞ്ഞിരുന്നെങ്കിൽ, അവൻ കൊടുക്കുന്ന ദാനം ചെയ്യുന്നവൻ അത് കൊടുക്കുമ്പോൾ അത് ആ ഫഖീറിന്റെ കൈകളിലേക്ക് എത്തുന്നതിന് മുൻപ് അത് അള്ളാഹുവിന്റെ കൈകളിലേക്കാണ് വീഴുന്നത് എന്ന് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ വാങ്ങുന്നവനേക്കാൾ മധുരം കൊടുക്കുന്നവന് ലഭിക്കുമെന്നുള്ളതാണ്.
അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി ചെലവഴിക്കുക, നീയത്ത് ശരിയാക്കുക, അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അവന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഹദീസുകളിൽ കാണാം, ഇന്നല്ലാഹ യുനാദി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്തിന്റെ നാളിൽ അള്ളാഹു അവിടുന്ന് വിളിച്ചു പറയും, ഐന ജീറാനി ഐന ജീറാനി ഐന ജീറാനി, എന്റെ അയൽവാസികൾ എവിടെ, എന്റെ അയൽപ്പക്കക്കാരെവിടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമെന്നാണ്. ആ സമയത്ത് മലായികത്തുകൾ ചോദിക്കും, യാ അല്ലാഹ്, അല്ലാഹുവേ, ഫമൻ യൻബഗി അൻ യുജാവിറക്, ആർക്കാണ് റബ്ബേ നിന്റെ അയൽവാസിയാകുവാൻ സാധിക്കുക എന്ന് മലായികത്തുകൾ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, എവിടെ പള്ളികളെ പരിപാലിച്ചിരുന്ന ഐന ഉമ്മാറുൽ മസാജിദ്, പള്ളികളെ പരിപാലിച്ചിരുന്ന ആളുകൾ എവിടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നുള്ളതാണ്. പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പള്ളിയുടെ പരിപാലനത്തിൽ ഇടപെടുക, പള്ളിക്ക് വേണ്ടി പൈസ ചെലവഴിക്കുക, പള്ളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ സ്ഥാനം റബ്ബിന്റെ അടുക്കൽ നേടിത്തരുന്ന വിഷയമാണ്. അള്ളാഹുവിന്റെ അയൽപ്പക്കക്കാർ എന്നാണ് അത്തരം ആളുകളെ അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇത് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി അതിലേക്ക് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ റമളാൻ പരിപൂർണമായി ഉപയോഗപ്പെടുത്തി റയ്യാൻ എന്ന മഹത്തായ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ എല്ലാവരുടെയും ഖബറിടങ്ങൾ അല്ലാഹു പ്രകാശപൂരിതവും വിശാലവുമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ادخلنا الفردوس يا رب العالمين. اللهم ادخلنا الفردوس يا رب العالمين. اللهم ادخلنا الفردوس يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.